ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇത് ഒരു മസ്കറ്റ് ബ്ലോഗാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ മസ്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദിവസത്തിനുള്ള പോയതൊന്നുമല്ല, ജസ്റ്റ് 3 days മാത്രമായിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് വലിയൊരു വീഡിയോ ആണ്. ഒത്തിരി വലുതല്ല, എന്നാലും കുറച്ച് ആവശ്യത്തിന് വലിയതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പാർട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിച്ചാൽ മതി. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസ്കറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ട്. മീൻസ് നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ മസ്കറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിൻ്റർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഞങ്ങളിങ്ങനെ എടുക്കാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. വിൻ്റർ കോട്ടായിട്ട് മോൾക്ക്. അങ്ങനെ ലുലുവിലൊക്കെ അവിടെയും ലുലു ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ മസ്കറ്റിലാണെങ്കിൽ 100 പൈസ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 1 ദർഹം. അങ്ങനെ ആ ഒരു റേഞ്ച്. ഇപ്പോൾ വന്നിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സൊക്കെ ഇപ്പോൾ റണ്ണിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ലുലുവും അവിടുത്തെ ലുലുവായിട്ട് കുറച്ച് എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നിയതാണോന്നറിയില്ല. ഈ ഡ്രസ്സസൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ 6 OMR എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുമല്ല. 6 എന്ന് പറഞ്ഞാൽ ഏകദേശം 60 ദർഹംസാണ് ഇവിടുത്തെ. 1 ദർഹംസ് അവിടുത്തെ 1 OMR ഇവിടെ 10 ദർഹംസാണ്. അങ്ങനെ ഇതൊക്കെ കുഞ്ഞു മക്കൾ, മീൻസ് കുറച്ച് വലിയ കുട്ടികൾക്കുള്ള ഫ്രോക്ക് ഐറ്റംസാണ്. ഇത് കുറച്ച് ഡിഫറെൻറ്റ് കളക്ഷനാണ്. ഞാൻ ഇവിടെ അത്ര കണ്ടിട്ടില്ലായിരുന്നു. വൈറ്റ് ഒക്കെ ഇതൊരു ഡിഫറെൻ്റാണ് കാണാൻ. അതിൻ്റെ ക്ലോത്തിങ്ങും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതായിരുന്നു. കുറച്ച് വെറൈറ്റി ഡ്രസ്സസ്സാണ്. ഇവിടെ നമ്മൾ കാണുന്ന അതേ രീതിയല്ല. അങ്ങനെ ഡ്രസ്സസ് ആയാലും എല്ലാം, മീൻസ് എല്ലാ ഐറ്റംസിലും ഓഫേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓഫേഴ്സ് ഉണ്ട് 25%, 20%, അങ്ങനെയൊക്കെ. വൈറ്റ് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നിട്ട് പുതിയ കളക്ഷൻസൊക്കെയാണ്. ഇതിലും നിറയെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ട്രാവൽ ബാഗ് 20% ഓഫർ. ഫർണിച്ചർ ഇത്ര കളക്ഷൻസ് മാത്രമല്ല കേട്ടോ, വേറെയും കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് വലിയൊരു ലുലു ആണ്. ഇത് സിറ്റിയിലുള്ള ഒരു ലുലു ആണ്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ചർച്ചിൽ പോകുന്ന കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് മസ്കറ്റിൽ ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വന്നതാണ്. മീൻസ് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ മോൾക്ക് ഡ്രസ്സ് വൈറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ വാങ്ങിക്കാൻ വന്നത്. പിന്നെ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. കുറേ നല്ല കളക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റി. നാട്ടിലൊക്കെയുള്ള നല്ല ഡ്രസ്സൊക്കെ കാണാൻ പറ്റി. പിന്നെ അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈ റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. മീൻസ് അതെന്തായാലും അവിടെ ഉണ്ടായിരുന്നത് ഒരു ഭാഗ്യം തന്നെ. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇവർക്ക് മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ അവിടെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ ചർച്ചിലൊക്കെ പോയിട്ട് മസ്കറ്റ് നൈറ്റ് എന്ന് പറയുന്ന അവിടെ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചർച്ചിൽ പോയത് ഒത്തിരി ദൂരമുള്ള ഒരു സ്ഥലത്താണ് പോയത്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഈ സൈഡിൽ കാണുന്ന ഓരോ വ്യൂസൊക്കെ ഞാനിങ്ങനെ ഇതിലിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മസ്കറ്റ് വലിയ ഒരു സ്ഥലം തന്നെയാണ്. ഒക്കെ ഒരുപാട് ഏരിയ ഉള്ള സ്ഥലമാണ്. നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. വിൻ്റർ ടൈമല്ലേ, ശരിക്കും വിൻ്റർ ക്ലോത്തിങ് ഒന്നും ഇല്ലാതെ പോകാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ ഫുഡ് കോർട്ട്സ് മീൻസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ പോലെയൊക്കെ തന്നെയാണ്. മീൻസ് സിറ്റി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പോലെ നമ്മുടെ ദുബായൊക്കെ പോലെ തന്നെയാണ്. നല്ല ഡെവലപ്പായിട്ട് തന്നെ ഉണ്ട്. വലിയ എയർപോർട്ട്, മസ്കറ്റ് എയർപോർട്ടൊക്കെ ഒത്തിരി വലുതാണ്. അങ്ങനെയൊക്കെ സൈഡൊക്കെ ആണെങ്കിൽ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുള്ളതും അങ്ങനെ. പിന്നെ പോകുന്ന സ്ഥലത്ത് ശരിക്കും ഇങ്ങനെ മൗണ്ടൻ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ മൗണ്ടനൊന്നും അല്ല, ശരിക്കും അത് മണ്ണാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലം. പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവർ ഭയങ്കര ഹാപ്പി ആട്ടോ. മറ്റാളും അവിടെ അങ്ങനെ ഇരുന്നെല്ലാം നോക്കി സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ രാജ്യത്തിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നോക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മസ്കറ്റിനായിട്ട് ആ പ്ലേസ് വരും. അതൊത്തിരി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. നല്ലതാണ് കാണാൻ. Now let's know about Muscat. Muscat, the capital of Oman, is a city that seamlessly blends ancient traditions with modern development. Located on the southeast coast of the Arabian Peninsula, it is surrounded by the Hajar Mountains and the Gulf of Oman. The historical significance of Muscat has been a prominent trading hub for centuries, acting as a gateway between the Arabian Peninsula, East Africa, and the Indian subcontinent. Its history includes influence from several foreign powers, such as the Portuguese, who occupied the city in the 16th century, leaving behind architectural legacies like forts. Later, Muscat emerged as a powerful seaport under Omani rule, renowned for its maritime strength. Landmarks and attractions. Muscat is home to many iconic sites that showcase its cultural and architectural wealth. Sultan Qaboos Grand Mosque. This is a stunning example of Islamic architecture. It features intricate carvings, a massive hand-woven carpet, and space for thousands of worshippers. Mutra Corniche and Souk.
The waterfront promenade offers breathtaking views of the harbor, while the souk is a bustling market filled with the traditional Omani goods like frankincense, spices, and silverware. Royal Opera House Muscat, a world-class venue for music, opera, and cultural performances. Al Jalali and Al Mirani forts. These historic forts stand guard over Muscat Harbor, offering a glimpse into the city's strategic military importance. Coram Beach, a popular spot for relaxation and water activities. Culture and heritage. Muscat is deeply rooted in Omani culture and traditions, reflected in its architecture, festivals, and daily life. The people of Muscat are known for their warmth and hospitality, making visitors feel welcome. The city also celebrates events like National Day and Muscat Festival, showcasing local arts, crafts, and cuisine. Modern development, while preserving its traditional charm, Muscat has embraced modernity. It boasts well planned infrastructure, luxury hotels, shopping malls, and international business hubs, making it a key player in the Gulf region. We'll know about the economy. Muscati economy is driven by oil and gas along with tourism, fishing and trade. Its port is one of the most important in the Middle East, facilitating global commerce. Climate. Muscat experiences a hot desert climate with scorching summers reaching up to 40 centigrade, that is 104 degree Fahrenheit, and mild, pleasant winter. Rainfall is minimal, occurring mainly in winter months. Finally, Muscat is a city of contrast where ancient forts coexist in modern skyscrapers and serene beaches lie next to bustling markets. It offers something for everyone: history enthusiasts, cultural explorers, and natural lovers. Let's know about Muscat Night at Coram Natural Park. It's an annual cultural festival in Muscat, Oman, showcasing the nation's rich heritage through various events and activities. The upcoming edition is scheduled from December 23, 2024 to January 21, 2025 across multiple venues in the capital city. A highlight of this year's Muscat Nights is the inaugurated Muscat Flower Festival, set to take place at Coram Natural Park. This event will feature world-class floral displays by international designers and spotlight Omani talents, offering a captivating celebration of nature beauty. Showcases over 1 million flowers from more than 20 countries. And details: December 23rd to January 21, 2025. Timings 4 p.m. to 12 a.m. Location Coram National Park, Muscat, Oman. Ticket price 1 OMR per person. The festival highlights are grand centerpiece floral displays, show gardens, floral installations, Bloom Oman display, marketplace, family-friendly activities. Ticket purchase: we can purchase through online
that is the official Muscat Flower Festival website or at the venue. Purchasing tickets through online is recommended to avoid waiting in line. About Coram National Park is one of the largest and most popular parks in Muscat, offering lush green landscapes, a large lake, and various recreational facilities. It's an ideal location for family outings, picnic, and leisurely walks. Travel from Dubai to Muscat. Muscat is approximately 5-hour drive from Dubai, making it accessible for a weekend trip. Alternately, several airlines operate daily flights between Dubai and Muscat with a flight duration of about 1 hour. Additional information: Muscat Nights Festival 2024 and 2025 will be held across 7 venues in the capital. For more new update, contact official Muscat Flower Festival website or contact the organizers directly. അങ്ങനെ ഏകദേശമുള്ള ഇൻഫോർമേഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയാം. അന്ന് ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. ഒരു 8:30 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ട്രാഫിക്കൊക്കെ അവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ട്രാഫിക്കിൽ പെട്ടുപോയി. ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ ടൈം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 1 hour ആയിട്ടുണ്ടാവും ഒന്ന് ട്രാഫിക്കൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പോലീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇങ്ങനെ ട്രാഫിക്കൊക്കെ ക്ലിയർ ചെയ്ത് ഓരോ സ്ഥലം ഇങ്ങനെ മാറ്റിയൊക്കെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രാഫിക് പ്രോബ്ലം അന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. മറ്റുള്ള സ്ഥലത്തിനേക്കാളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. എന്നാലും അവിടെ കുഞ്ഞു കുഞ്ഞു കുട്ടികളും ഒരുപാട് ഫാമിലീസൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പക്ഷെ അതൊക്കെ അവർക്ക് സെറ്റായിരിക്കും. അവർക്ക് ഈ ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിൻ്റർ ഡ്രസ്സ്, പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ക്ലോത്തിങ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് കുറേ സമയമൊക്കെ അവിടെ നിന്ന് നോക്കി അതങ്ങനെ ആസ്വദിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ബിക്കോസ് ഒരുപാട് ഫ്ലവേഴ്സാണ് അവിടെ ഉള്ളത്. എല്ലാം ഭയങ്കര ക്യൂട്ട്, നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ്. നല്ലതാണ്. നമുക്കിങ്ങനെ ഒരുപാട് സമയം നല്ല ഒറിജിനൽ അതിൻ്റെ മണം ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റൊക്കെ ആയിരുന്നു. അപ്പം നമ്മളതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വിൻ്റർ ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് പോവുക. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ കംഫർട്ടബിളായിട്ടിരിക്കും. അവരും അതൊക്കെ കാണാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒട്ടും ബോറടിക്കത്തൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് അവിടെ കാണാനുണ്ട്. ഒരു കുഞ്ഞു കാര്യം പോലും അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. വലിയവരായാലും കുട്ടികളായാലും ഒക്കെ എൻജോയ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് പിന്നെ അറിയാമല്ലോ, ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും വലിയ കുറവാണ്. 1 OMR അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ദുബായ് കാശിന് വന്നിട്ട് 10 dirhams ആവുന്നേ ഉള്ളൂ. സോ നല്ല ഒരിതാണ്, ഭയങ്കര വർത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്ന ഓരോ ഈ
അകത്ത് പോയിട്ട് മീൻസ് നമ്മളിങ്ങനെ കാശ് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ വരും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഈ മോന് കുറച്ച് ഇങ്ങനെ ഈ പ്ലേ ഏരിയയിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അതും അത്രയും കാശൊന്നും ആവുന്നില്ല. അതും അഫോർഡബിൾ കോസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ അതൊക്കെയാണ് ഞങ്ങളെ എക്സ്പീരിയൻസ്. ഇതൊക്കെയാണ്. വീഡിയോ ഫുൾ കണ്ട് നോക്കണം കേട്ടോ. ആരെങ്കിലുമൊക്കെ മസ്കറ്റ് പോവുകയാണെങ്കിൽ ശരിക്കും ഒരു പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോവാനൊക്കെ. അല്ലാണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മീൻസ് നമുക്ക് എന്താ പറയുക, ഈ ട്രാഫിക്കിൽ ഞങ്ങൾ പോയി പെട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ വരണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ശരി ആ ഒരു ഇതിൽ പോണോ പോണ്ടയോ, ട്രാഫിക്കിൻ്റെ ഇടയ്ക്കും ഞങ്ങൾ പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടൊക്കെ വരും. പക്ഷേ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഉള്ളിൽ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അവിടെ കാണാനായാലും. മീൻസ് കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാനൊക്കെ പറ്റി. അങ്ങനെ ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇത് പുതിയ ചാനലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വലുതായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് വ്യൂവേഴ്സ് അങ്ങനെയുള്ള ചാനലൊന്നും അല്ല ഇത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ തോന്നും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മടിയൊക്കെ പിടിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ ഒരു സപ്പോർട്ടാവും. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഫോർമേഷൻസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങളത് പറഞ്ഞു തരുന്നതായിരിക്കും, ഞങ്ങൾക്കുള്ള അറിവ് അനുസരിച്ചിട്ട്. പിന്നെ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ഈ ഗ്ലോബൽ വില്ലേജിലുള്ളത് പോലെയാണ്. പെവിലിയൻസ് ആണ്, ഓരോരോ രാജ്യത്തിൻ്റെ പെവിലിയൻസ്. മീൻസ് നമ്മൾ ദുബായിൽ ഗ്ലോബൽ വില്ലേജ് കാണുമ്പോൾ അവിടെ വലിയ വലിയ പെവിലിയൻസ് അല്ലേ, അതുപോലെയല്ല. ഇത് കുഞ്ഞു കുഞ്ഞു സെറ്റിങ്സ് ആണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അതും ഒരു മീൻസ് ഫുൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെയൊക്കെ മീൻസ് അവിടെ ആ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ഓക്കെ, സോ നമ്മളിനി വേറെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ഓൾ.